ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റിക്ക് ലുക്കിലുള്ള ഒരു അടിപൊളി ഫ്ലവർ വൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് അതിൻ്റെ അടി സൈഡും കൂടെ. അപ്പോൾ നമ്മൾ ഫ്ലവർ വൈസിൻ്റെ പൊക്കം എത്രയാണോ കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും അടി സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ മൂന്നും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ ചെറുതായിട്ട് അതിൻ്റെ എൻഡ് ഭാഗം മൊത്തം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ആ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെളി സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് വയ്ക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് വെളി സൈഡിലോട്ടൊന്ന് വളച്ച് വെച്ചിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോട്ടിലിൻ്റെ മുകൾ സൈഡിൽ നിന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം അതിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പഴയ കോട്ടൺ തുണിയും വേണം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കോട്ടൺ തുണി നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്ത രീതിയിൽ നല്ലവണ്ണം ചുറ്റി കിട്ടുക. എന്നിട്ട് ആ മുകൾ സൈഡിൽ കവിള് ഭാഗത്ത് ഫ്ലവർ വൈസിൻ്റെ കവിൾ ഭാഗം വരുന്ന ആ ഭാഗത്ത് തുണി ചെറുതായിട്ട് കീറിയിട്ട് അവിടെയും കൂടെ അകത്തെ സൈഡിൽ നിന്ന് വെളിയിലോട്ട് മടക്കി ചുറ്റി കെട്ടുക. എന്നിട്ട് മൂട് സൈഡ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കനം കൂട്ടി തുണി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സിമൻറ്റ് കുറച്ച് മാത്രമേ വേണ്ടി വരുള്ളൂ. അത് ഏകദേശം ഒരു ദിവസം നല്ലോണം ഉണങ്ങാൻ വയ്ക്കുക. നല്ലോണം ഉണങ്ങിയിട്ട് വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്ത് പുട്ടി ബ്ലേഡോ അല്ലെങ്കിൽ ഫൈബർ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ വൈസിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് എത്ര കനം വേണോ ആ ഒരു കനത്തിന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആദ്യം ചുറ്റി കെട്ടിക്കുന്ന തുണിയിൽ നിന്ന് വെളിയിൽ പേപ്പർ ഇടാൻ നേരത്ത് വെളിയിൽ വരാത്ത രീതിയിൽ നല്ലവണ്ണം ഒരു 4 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പുറത്ത് തേച്ചിട്ടുണ്ട്. ഇനി അത് അടുത്ത് നമുക്ക് മുകളിലെ കവിൾ ഭാഗത്തും കൂടെ വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തെ സൈഡിലും കൂടെ ആ തുണിയെല്ലാം മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ അകത്തെ സൈഡിലും കൂടെ ചെറിയ കരണ്ടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈയുടെ വിരൽ ഉപയോഗിച്ചോ ആയിരുന്നാലും അകത്തെ സൈഡും കൂടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ലെയർ ആദ്യം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ കവിളിൻ്റെ അടി സൈഡിൽ നിന്ന് താഴോട്ട് ഒരു മാർക്ക് ചെയ്യുക. റൗണ്ടിന് ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റാതെ അവിടെ ഒത്തിരി കട്ടി കൂട്ടി വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ അത് നല്ല കട്ടിക്ക് തന്നെ അവിടെ തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് അടി സൈഡിലും കൂടെ ചെറിയ ചരിവ് കണക്ക് വരത്തക്ക രീതിയിൽ ഒറ്റ സ്ലോപ്പല്ലാതെ സെൻറ്റർ ഭാഗം ശകലം തടുപ്പായിട്ട് നിർത്തിക്കൊണ്ട് അടിയിലോട്ട് ചരിഞ്ഞ് വരത്തക്ക രീതിയിൽ തേച്ചെടുക്കുക. അത് ഏകദേശം ഒരു 2 ദിവസം നല്ലോണം ഉണങ്ങാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇനി പേപ്പർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ മുകളിലത്തെ കവിളിൻ്റെ അടി സൈഡിൽ വെച്ചിരിക്കുന്ന ആ തടുപ്പ് നല്ലവണ്ണം പേപ്പറിട്ട് അടിയിലോട്ടൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ പേപ്പർ ഇട്ട് എടുക്കുക. അപ്പോൾ പേപ്പർ നോർമലായിട്ട് പേപ്പർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ച് പേപ്പർ ഇടാം. വെള്ളം ഉപയോഗിച്ച് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിനിഷായി കിട്ടും. പക്ഷേ നമ്മൾ കൈയുടെ വിരലെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നോർമലായിട്ട് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വിഷയം വരില്ല. അപ്പം മുകളിലത്തെ ആ തടുപ്പ് ഞാൻ ചെറിയ ചരിവായിട്ട് റൗണ്ട് ഷേപ്പിൽ താഴോട്ട് പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാൾപുട്ടിയാണ്. അപ്പോൾ വാൾപുട്ടി
വെള്ളവും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് നല്ല കട്ടിക്ക് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു ക്ലേയുടെ നല്ല അതേ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പം വെള്ളം ഒരുപാട് ആവാതിരുന്നാൽ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പുറത്തും കൂടെ ചെറിയ ഡിസൈനും കൂടെ കൊടുക്കാം. അപ്പോൾ ആൻറ്റിക് ലുക്കിൽ ചെയ്യുന്ന ഫ്ലവർ പോട്ട് ആയതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണോ എന്ത് വേണോ കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു തടുപ്പായിട്ട് ചെറിയ ഗ്രൂവുകളാണ് അടിയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാൽപുട്ടി നമുക്ക് ക്ലേ ഒട്ടിക്കും കണക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൽ പതിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് അടുപ്പിച്ചടുപ്പിച്ച് അതിൻ്റെ ചിറ്റാതെ എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം 220 പേപ്പർ ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം. പേപ്പർ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കും. അപ്പോൾ അതെല്ലാം പേപ്പർ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കോട്ടായിട്ട് ഫസ്റ്റ് കോട്ട് അടിക്കുന്നത് ആക്രിലിക്കിൻ്റെ ബ്ലാക്കാണ്. ആ ബ്ലാക്ക് ഞാൻ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയൊരു സ്പോഞ്ചും ആക്രിലിക്കിൻ്റെ കോപ്പർ കളറുമാണ്. അപ്പം സ്പോഞ്ചിൽ മുക്കിയിട്ട് നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ പുറത്തെ സൈഡിൽ മൊത്തം നല്ല എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ല പതിപ്പിച്ച് നമുക്കത് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടിച്ച് ആ ബ്ലാക്ക് മൊത്തം പിന്നെ വരാത്ത രീതിയിൽ ബ്ലാക്ക് വെളിയിൽ ഏകദേശം കാണണം ആ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ ഗോൾഡും കൂടെ ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടിക്ക് അടിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം നല്ലോണം ഉണങ്ങിയിട്ട് ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.